ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രുചികരമായ ഒരു ചിക്കൻ കറിയാണ്. നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തു വച്ചിട്ടുണ്ട്. അതിൽ 3 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ തൈര്, അരമുറി നാരങ്ങയുടെ നീര്, 1 സ്പൂൺ മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, അതിനകത്ത് ഇളക്കാൻ ആവശ്യത്തിന്. ഇത്രയും കൂടി ഇളക്കി വെച്ചതാണ് ചിക്കൻ. അരമണിക്കൂർ വെച്ചേക്കണം. അത് അരമണിക്കൂർ വെച്ചേക്കണം അങ്ങനെ മാഗ്നേറ്റ് ചെയ്ത്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് സവാള 3 മീഡിയം സവാള 3 എണ്ണം അരിഞ്ഞത്, 2 പിടി ചുവന്നുള്ളി, 3 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി 1 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 3 സ്പൂണ്, പിന്നെ തക്കാളിക്ക 3 എണ്ണം, ഒരു മീഡിയം പരുവത്തിൽ 3 തക്കാളിക്ക അരിഞ്ഞത്, മല്ലിയില, 3 പച്ചമുളക് കീറിയത്, തേങ്ങാക്കൊത്ത് അരമുറി തേങ്ങാക്കൊത്ത്, പിന്നെ കടുക് ആവശ്യത്തിന്, നമ്മൾ കടുക് പൊട്ടിക്കാൻ ആവശ്യത്തിന് കടുക്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. പിന്നെ കരിവേപ്പിലയും കൂടി ഉണ്ട്, കരിവേപ്പില കടുക് വറക്കാൻ 3 തണ്ട് കരിവേപ്പില. പിന്നെ നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇനി സ്റ്റൗ കത്തിക്കാം. അതിനുവേണ്ടി നമ്മൾ പാത്രം അടുപ്പിച്ച് വെച്ചു. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കാം. മതിയാവുമല്ലോ. ഇനി അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ കടുക് ഇടാം. എണ്ണയിലേക്ക് കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി തീർന്നു. ഇനി നമുക്ക് സവാളയും ചുവന്നുള്ളി അതിനകത്തോട്ട് ഇടാം. നല്ലപോലെ വഴകണം. അത് 1 സ്പൂൺ ഉപ്പ് നമുക്കിടാം ഉള്ളിലേക്ക്. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് സവാളയും ഉള്ളിയും വഴന്ന് കിട്ടും. നല്ലപോലെ ചുമന്ന കളർ വഴണം, ബ്രൗൺ നിറത്തിൽ. ചിക്കന് നമ്മൾ വെള്ളം ഒഴിക്കത്തില്ല. ആവശ്യത്തിനുള്ള വെള്ളം ചിക്കനിൽ തന്നെ കാണും. പിന്നെ ഗ്രേവി കൂടുതലായിട്ട് ആവശ്യമാണെങ്കിൽ അവസാനം നമുക്ക് ചിക്കനിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. കുറച്ച് ഗ്രേവി കൂടി കിട്ടും. ഇനി കുറച്ച് നേരം ഉള്ളി വാടാനായിട്ട് നമുക്ക് ഉള്ളി ശകല നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അതിൽ ആവിയിൽ ഉള്ളി നല്ലപോലെ വഴണം. ഇനി നമുക്ക് അതിലേക്ക് ഞുറുക്കി വെച്ച കൊപ്ര, ഉണങ്ങിയ തേങ്ങ നമുക്കതിൽ ഇട്ട് വഴറ്റാം. തേങ്ങ കുത്തിട്ട് നല്ലതുപോലെ നമുക്കതിൽ വഴറ്റാം. ഇനി നമുക്ക് അതിലേക്ക് കരിവേപ്പില ചേർക്കാം. 3 തണ്ട് കരിവേപ്പില. കരിവേപ്പില അതിൽ കിടന്നൊന്ന് വഴലട്ടെ. ചെറുതായിട്ടൊന്ന് വഴറ്റാം. അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഒരു 2-3 സ്പൂണോളം ഉണ്ട്. ഇനി അതിലേക്ക് പച്ചമുളകും കൂടെ ചേർക്കാം. പച്ചമുളകും അതിൽ കിടന്ന് വഴവരാൻ. ഇനി അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം. തക്കാളി അത്യാവശ്യം പേസ്റ്റ് പോലെ വഴവണം. ഇനി ഇതിലേക്ക് 3 സ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്ത് 3 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം.
ഇളക്കിയതിന് ശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നീട് ഇതിലേക്ക് 1 സ്പൂൺ മസാല, ഗരം മസാല. ഇനി അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇത് നല്ലതുപോലെ വഴറ്റണം. ആ പച്ചമണം ഒന്ന് മാറണം. ഈ മസാലയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറണം. അതുവരെ ഇത് വഴറ്റണം. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഈ മസാലയുടെ കൂടിയിട്ട് ഈ ചിക്കൻ നല്ലപോലെ വഴറ്റാം. ഇനി ശകലം മല്ലിച്ചപ്പ് ചേർത്ത് നമുക്ക് ഇളക്കി വയ്ക്കാം. ബാക്കി നമുക്ക് വെന്തതിന് ശേഷം ചേർക്കാം. ചിക്കൻ നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. അന്നേരം അതിലിരുന്ന് വേവും. ശകലം ഉപ്പ് കുറവുണ്ട്, നമുക്ക് ശകലം ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്താൽ ഗ്രേവി വേണ്ടവർക്ക് ശകലം ചൂടുവെള്ളവും കൂടി ചേർക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഞെവിടി ഇടാം. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പുള്ളത് അതും കൂടി വിതറിയിടാം. അതങ്ങ് ഇളക്കണം. അപ്പോൾ രുചികരമായ ചിക്കൻ കറി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വിഭവമായി അടുത്ത വീഡിയോ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.